ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 5-ാം പിയൂസ് മാർപ്പാപ്പയെ സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1566 മുതൽ 1572 വരെയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാലഘട്ടമായിരുന്നു അത്. അക്കാലത്ത് യൂറോപ്പ് ആക്രമിക്കാൻ ടർക്കി സൈന്യം കടന്നു വരുന്നു. യൂറോപ്പ് അന്ന് ക്രിസ്തീയ സഭ തഴച്ചു വളരുന്ന ഒരു ഇടമാണ്. ടർക്കി മുസ്ലിം സൈന്യമാണ്. അപ്പോൾ മുസ്ലിം സൈന്യം ക്രിസ്തീയ യൂറോപ്പിനെയാണ് ആക്രമിക്കാനായി വരുന്നത്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ടർക്കി സൈന്യവുമായി പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമല്ല. ഇത് മനസ്സിലാക്കിയ പിയൂസ് 5-ാമൻ മാർപ്പാപ്പ തൻ്റെ ദൈവജനത്തോട് പറയുന്നു, എല്ലാവരും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അതേ ഉള്ളൂ ഒരൊറ്റ മാർഗം, പരമാവധി ജപമാലകൾ ചൊല്ലുക. അങ്ങനെ ടർക്കി സൈന്യത്തോട് യുദ്ധം ചെയ്യുന്ന ക്രിസ്തീയ യൂറോപ്പിലെ സൈന്യത്തിനു വേണ്ടി ബലമായി ആളുകളെങ്ങനെ ശക്തമായി പരിശുദ്ധ ദൈവമാതാവിനോട് ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1571 ഒക്ടോബർ 7-ാം തീയതി ലെപ്പൻഡോ യുദ്ധത്തിൽ ടർക്കി സൈന്യം പരാജയപ്പെടുകയും ക്രിസ്തീയ യൂറോപ്പിൻ്റെ സൈന്യം ജയിക്കുകയും ചെയ്യുകയാണ്. ടർക്കിഷ് സൈന്യത്തെ പരാജയപ്പെടുത്തി. ആ പരാജയപ്പെടുത്തിയത് ഒക്ടോബർ 7-ാം തീയതി. അതുകൊണ്ട് ഫീസ്റ്റ് ഓഫ് ദ ഹോളി റോസറി, പരിശുദ്ധ ജപമാലയുടെ തിരുനാളായി ഒക്ടോബർ 7 ആഘോഷിക്കാൻ തുടങ്ങി. പിന്നീട് അവർ ലേഡി ഓഫ് വിക്ടറി, വിജയമാതാവിൻ്റെ തിരുനാളായി സഭയിൽ ഒക്ടോബർ 7 ആഘോഷിച്ചു. അതിൻ്റെ പശ്ചാത്തലം ഇത് മാത്രമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ജപമാല തന്നെയാണ്. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ വിജയം നേടാൻ ഒരൊറ്റ മാർഗമാണ് സഭ നമ്മോട് കാണിച്ചു തരുന്നത്, അത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാന്നുള്ളത്. ജീവിതത്തിലെ സഹനങ്ങൾക്കിടയിൽ, നമ്മുടെ വേദനകൾക്കിടയിൽ ആശ്വാസമാകുന്നത് ഈ ജപമാലയാണ്. എത്രമാത്രം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമോ അത്രയേറെ വിജയവും അത്രയേറെ ആശ്വാസവും ഓരോ വ്യക്തിയുടെയും കുടുംബത്തിലും ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജപമാല നമുക്കൊരാശ്വാസമാകട്ടെ, ജപമാല നമുക്കൊരു വിജയമാകട്ടെ. പരിശുദ്ധ ജപമാല രാജ്ഞി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.